എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒരു പുതിയ വാഷിംഗ് മെഷീൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാഷിംഗ് മെഷീനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് സെമി ഓട്ടോമാറ്റിക്കും, മറ്റൊന്ന് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, അതുപോലെ തന്നെ മൂന്നാമത്തേത് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വരുന്ന ബോഡി ഫൈബർ ആയതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കാനുള്ള സാധ്യത ഇല്ല. നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനിലാണ് നോക്കുകയാണെങ്കിൽ വാഷിംഗ് സെപ്പറേറ്റ് ഒരു ടബിലും അതുപോലെ തന്നെ സ്പിന്ന് സെപ്പറേറ്റ് ഒരു ടബിലുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ 2 മോട്ടർ വരുന്നുണ്ട്. നമ്മളിതിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെങ്കിൽ 4 അല്ലെങ്കിൽ 3 ടൈമർ കൺട്രോൾ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. മറ്റു മോഡലുകളെ അപേക്ഷിച്ച് ഇതിൽ ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഈ ഒരു മോഡലിൻ്റെ വർക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ തുണി വാഷിംഗ് ടബിലിടുന്നത് ആ ഒരു തുണിക്ക് വേണ്ട വെള്ളം ടാപ്പ് നമ്മൾ തന്നെ ഓണാക്കണം. ആ ഒരു തുണിക്ക് വേണ്ട വെള്ളം വന്നതിന് ശേഷം നമ്മൾ തന്നെ ആ ഒരു ടാപ്പ് ഓഫ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ വാഷിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ തന്നെ ആ ഒരു തുണി എടുത്ത് സ്പിന്നിൻ്റെ ടബിലോട്ടും നമ്മൾ തന്നെ ഇടുകയും വേണം. ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യിക്കാനുള്ള പൈപ്പ് ലൈൻ കണക്ഷൻ നമുക്കില്ല എങ്കിൽ തന്നെയും നമുക്കൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചും ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. രണ്ടാമത്തെ മോഡലാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുണി ഇടുന്നൊരു ഭാഗം ടോപ്പ് വഴിയായിരിക്കും. അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഫുൾ ടൈം ടാപ്പ് ഓൺ ആണെങ്കിൽ തന്നെയും വെള്ളം അകത്തോട്ട് വീഴുന്നില്ല. നമ്മൾ എത്ര തുണി ഇടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ വാട്ടർ ലെവൽ സെൻസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അകത്തോട്ട് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഡ്രെയിൻ പമ്പ് വരുന്നില്ല. അതായത് നമ്മൾ വാഷ് ചെയ്ത വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടി ഡ്രെയിൻ പമ്പ് വരുന്നില്ല. ചെറിയൊരു വാൽവ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രെയിൻ പൈപ്പ് അല്പം ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രെയിൻ വാട്ടർ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആ ഒരു ഡ്രെയിൻ പൈപ്പ് ഇട്ടേക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ തുണിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഷിങ്, റിൻസ്, സ്പിന്ന് ഈ ഒരു 3 ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ പാനലിലോട്ട് വരികയാണെങ്കിൽ സ്വിച്ച് ടൈപ്പ് അല്ലെങ്കിൽ ടച്ച് ടൈപ്പ് ആയിരിക്കും വരുന്നത്. പിന്നീട് അതിൻ്റെ ടൈം എഴുതി കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡിസ്പ്ലേയും വരുന്നുണ്ട്. മൂന്നാമത്തെ മോഡലാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞ 2 മോഡലിനേക്കാളും നല്ല രീതിയിലുള്ളൊരു വാഷിംഗ് പ്രോസസ്സായിരിക്കും ഈ ഒരു വാഷിംഗ് മെഷീനിൽ നടക്കുന്നത്. അതായത് മറ്റ് 2 വാഷിംഗ് മെഷീനിലും പൾസേറ്റർ ഉപയോഗിച്ചാണ് വാഷിംഗ് പ്രോസസ്സ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ ഡ്രമ്മ് തന്നെ റൊട്ടേറ്റ് ചെയ്താണ് വാഷിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ വാഷിൻ്റെ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടി ഇതിൽ ഡ്രെയിൻ പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹീറ്ററിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിൻ്റെ കൺട്രോൾ പാനലിലോട്ട് നോക്കുകയാണെങ്കിൽ ടച്ച് ടൈപ്പും വരുന്നുണ്ട്, സ്വിച്ച് ടൈപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഷിങ്ങിൻ്റെ സമയത്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ തവണ റിൻസ് എന്ന ഓപ്ഷൻ വേണമെങ്കിൽ അതിന് സാധിക്കും. അതുപോലെ തന്നെ സ്പിന്നിൻ്റെ സമയത്ത് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലെ 3 മോഡലുകളെയും താരതമ്യം ചെയ്യുന്ന സമയത്ത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരിക്കും മെയിൻ്റനൻസ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.